ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യത്തിൽ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഫ്രാൻസിസ് ജോർജിന് കെട്ടിവെക്കാനുള്ള പണം കൈമാറിയിട്ടുള്ള ഇങ്ങനൊരു തീരുമാനം എടുത്തതിൻ്റെ പിന്നിലെന്ന്. അല്ല, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കോട്ടയത്തും കേരളത്തും. അദ്ദേഹത്തിന് സുഖമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും അദ്ദേഹം തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമയം പ്രവർത്തിച്ച വ്യക്തിയാണ്. വീടുകൾ കയറി കുടുംബസംഗമങ്ങൾ നടത്തി അദ്ദേഹം പ്രവർത്തിച്ച വ്യക്തി. ഇന്നുണ്ടായിരുന്നെങ്കിൽ കേരളം മൊത്തം അദ്ദേഹം ഓടി നടന്നേനെ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിന് അദ്ദേഹം തന്നെയാണ് ഞങ്ങൾക്ക് പ്രേരണ നൽകുന്നത്, പ്രവർത്തിക്കാനും മുന്നോട്ട് പോകുവാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം നോമിനേഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ആവശ്യമായെന്ന് കരുതിയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള രാഷ്ട്രീയ അധിക്ഷേപങ്ങളെല്ലാം തന്നെ ഉയരുകയാണ്. അതായത് അങ്ങ് BJP-യിലേക്ക് പോകും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മക്കൾ പോയിരിക്കുന്നു, ഇതിനു മുമ്പ് ചില കോൺഗ്രസ് നേതാക്കൾ പോയിരിക്കുന്നു തുടങ്ങിയ ആരോപണം ഉയരുമ്പോൾ എന്താണ് അതിനുള്ള ഒരു മറുപടി? അല്ല, ഇപ്പം പ്രധാനമായിട്ടും ഞാൻ കരുതുന്നത്, ഞാൻ എൻ്റെ പിതാവിനെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിച്ചു എന്താണ് കരുതുന്നത്. ഞാൻ പറഞ്ഞു എന്നെ ദൈവതുല്യനാണ്. കാരണം ഞാൻ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ദൈവതുല്യനാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്ന പേര് രാമൻ എന്നാണ്. രാമനും സീത, അത് ചിലപ്പോൾ രാമായണം കണ്ടുള്ള ആ ചെറുപ്പത്തിലുള്ള എഫക്റ്റ് ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞുള്ള കാര്യമാണ്. അത് പറഞ്ഞിട്ടായിരിക്കും ഈ ആക്ഷേപം അദ്ദേഹത്തിന് നേരെ ഉയർത്തുന്നത്, ഞങ്ങളുടെ കുടുംബത്തിന് നേരെ ഉയർത്തുന്നതെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ 24 വർഷക്കാലം ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു തെറ്റായിട്ടൊരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ പിതാവ് എനിക്ക് കാണിച്ചെന്നൊരു മാതൃകയുണ്ട്. ആ മാതൃക പിന്തുടരുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ഥാനമില്ലാത്തപ്പോഴും ഞാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനായി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇന്നും ഞാൻ തുടരും, നാളെയും അതായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും സംശയമില്ല. എൻ്റെ മാതാവും അത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളൊക്കെ കുഴപ്പമില്ല. പക്ഷെ മരിച്ചൊരാളോട് ഇനിയെങ്കിലും എനിക്ക് കൈതൊഴുത് പറയാനുള്ളത് അദ്ദേഹത്തെ വെറുതെ വിടണം. എന്നെ ആക്ഷേപിച്ചോളൂ, എന്നെ ആക്രമിച്ചോളൂ, എൻ്റെ കുടുംബത്തെ ആക്രമിച്ചോളൂ, പക്ഷേ എൻ്റെ പിതാവിനെ വെറുതെ വിടുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും എന്താ പറയുക ഒരു സമാധാനം നൽകുന്ന കാര്യം. അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്. അത് ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ മൺമറഞ്ഞ ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ അതിശക്തനായി തന്നെ നിൽക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജന പിന്തുണ വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ന് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും സ്നേഹത്തോടാണ് കരുതുന്നത്. ദേശീയ തലത്തിൽ പോലും എല്ലാവരും വളരെ കരുതലോടാണ് അദ്ദേഹത്തെ കരുതുന്നത്, ഞങ്ങളുടെ കുടുംബത്തെ കരുതുന്നത്. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. അതിനകത്ത് അവർ കാണുന്ന അദ്ദേഹം ചെയ്ത നന്മകളാണ്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്നൊരു സ്നേഹവും പിന്തുണയും ജനങ്ങളുടെ ഇടയിൽ അത് അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞാൻ ചെയ്യുമെന്ന് പറയുന്നില്ല, ചില ഇടതുപക്ഷക്കാരെങ്കിലും സൈബർ ലോകത്ത് അദ്ദേഹത്തെ ആക്രമിക്കുന്നത് ഇനി നിന്ന് പിൻവാങ്ങണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണരംഗം സജീവമാകുമ്പോൾ എങ്ങനെയായിരിക്കും താങ്കളുടെ ഒരു പ്രചരണ രീതിയും കാര്യങ്ങളും? മണ്ഡലത്തിൽ താങ്കൾക്ക് ചാർജുണ്ട്, ഒപ്പം സംസ്ഥാനത്ത് എങ്ങനെയായിരിക്കും? എന്നെ പല കാൻഡിഡേറ്റ്സും വിളിച്ചിട്ടുണ്ട്. നാളെ ഞാൻ കാസർഗോഡാണ്. കാസർഗോഡ് ഫുൾ ഡേ നിൽക്കണം എന്നാണ് ഉണ്ണിത്താൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ ആ പരിപാടിയുണ്ട്. ശശി തരൂരിൻ്റെ അവിടെ റോഡ് ഷോ നടത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിൽ പങ്കെടുക്കുന്നുണ്ട്. കൊല്ലത്ത് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. പല സ്ഥലത്തും പല രീതിയിലുള്ള കാര്യം. തൃശ്ശൂർ പരിപാടികൾ വെച്ചിട്ടുണ്ട്. 20 മണ്ഡലങ്ങളിലും സജീവമായി പരിപാടിയിൽ പങ്കെടുത്തായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ സംസ്ഥാനത്തെമ്പാടും പ്രചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.